ഇവിടെ പഠിച്ച 5-6 വർഷക്കാലം ചെയ്ത കാര്യങ്ങളും പറയണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷെ മീഡിയ നിൽക്കുക. പിന്നെ ഒരു കൊല്ലത്തേക്ക് അത് മാത്രമായിരിക്കും വാർത്ത. അത്രമാത്രം നല്ലതും അല്ലാത്തതും ഒക്കെ ഈ ക്യാമ്പസിൽ ചെയ്ത ഒരു വിദ്യാർത്ഥിയായിരുന്നു ഞാൻ പെട്ടെന്നിരുന്നപ്പോൾ പുറകിലേക്ക് നോക്കിയത് ഇവിടെ ഒരു ജനലും ഒരു കിളിവാതിലും ഉണ്ട് പുറകിലേക്ക് കാണാൻ. ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായി വരുമ്പോൾ എനിക്ക് 14 വയസ്സേ ഉള്ളൂ. ഇവിടെ വരുമ്പോൾ ആദ്യത്തെ ആഴ്ച എല്ലാവരും ലേക്ക് ക്യൂവിലേക്ക് പോകും. ഇവിടെ വന്നാൽ അവിടെ പോവാത്തൊരു കുട്ടി പോലും ഉണ്ടാവില്ല. ഞങ്ങൾ ലേക്ക് ക്യൂവിലേക്ക് പോയി, ഞങ്ങളെല്ലാം കുട്ടികളെല്ലാവരും ചേർന്ന്. അപ്പൊ എനിക്ക് തെങ്ങി കയറാൻ അറിയാം. ഞാൻ അവിടുത്തെ ലേക്ക് ക്യൂവിലെ തെങ്ങിൽ കയറി. അപ്പൊ ഈ കോളേജിൽ ആർക്കും തെങ്ങി കയറാൻ അറിയില്ല. അപ്പൊ എല്ലാവരും ആരാധകരായിട്ട് താഴെ നിന്ന് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഞാൻ മാത്രം കണ്ടില്ല. അന്നത്തെ പ്രിൻസിപ്പലായിരുന്ന ഫാദർ മത്തായി അർക്കഞ്ചൽ, അദ്ദേഹം ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ വന്ന് ബൈനോക്കുലർ വെച്ചത് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നാണ് ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ എനിക്ക് പിന്നെ എന്നും പഠിക്കുമ്പോ ഒക്കെ ഭീതിയാണ്. ഈ ഓഡിറ്റോറിയത്തിന്റെ പുറകിൽ ഇതിന്റെ പുറകിൽ നിന്നുകൊണ്ട് ബൈനോക്കുലർ വെച്ച് നോക്കിയപ്പോൾ പ്രീ ഡിഗ്രി വിദ്യാർത്ഥി തെങ്ങിന്റെ മുകളിലിരിക്കും. പിന്നെ വിളിച്ചു വരുത്തി അദ്ദേഹം കർശനമായ താക്കീതൊക്കെ തന്നു. ഇനി അടുത്ത 2 വർഷവും അണ്ടർ സർവൈലൻസ് ആയിരിക്കും എന്ന് പറയും. അടുത്ത 2 വർഷവും എന്റെ നീക്കങ്ങളെല്ലാം. പിന്നെ എനിക്ക് അങ്ങനെ ഒരുപാട് ഓർമ്മകളുണ്ട്. ഇപ്പൊ ഈ ഹാളിൽ വെച്ച് തന്നെ ഇവിടെ ജയറാം സാർ ഇരിക്കുന്നു. ജയറാം സാറിന്റെ നേതൃത്വത്തിൽ ഞങ്ങൾ കോളേജ് യൂണിയൻ സംഘടിപ്പിച്ച അതിമനോഹരമായ ഒരു ആർട്ട് എക്സിബിഷൻ ഉണ്ട്. മറ്റു കോളേജുകളിലൊന്നും നടത്തി കാണില്ല അതുപോലത്തെ ഒരു ആർട്ട് എക്സിബിഷൻ. സാറ് തന്നെ ഒരു ചിത്രകാരനായിരുന്നു. സാറായിരുന്നതിന്റെ മുഖ്യ സംഘാടകൻ. ഞാൻ രാത്രി കിടന്നുറങ്ങിയത് ഈ സ്റ്റേജിലാണ്. തലേ ദിവസം രാത്രി ഇത് തയ്യാറെടുക്കണ്ടേ, ഞങ്ങൾ യൂണിയൻ ഭാരവാഹികളായ ഞങ്ങൾ സുഹൃത്തുക്കളെല്ലാവരും കൂടി ഇവിടെ മനോരമയും മാതൃഭൂമിയൊക്കെ വിരിച്ചിട്ടാണ് കിടന്നത്. അറിയാലോ, പത്രം വിരിച്ചിട്ടാണ് ഈ സ്റ്റേജിൽ കിടന്നുറങ്ങിയത്. അത്രയൊക്കെ പറഞ്ഞ് ഞാൻ നിർത്തിയാണ്, ബാക്കി കാര്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഇവിടെ നിന്നാണ് സംസാരിക്കാൻ പഠിച്ചത്. ഈ സ്റ്റേജിൽ നിന്നാണ്. എനിക്കൊരു ക്ലെയിം ഉണ്ട്. എനിക്കൊരു ക്ലെയിം, ഈ കോളേജിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി ഉണ്ടെങ്കിൽ ഈ തെളിവ് കൊണ്ടുവരട്ടെ. ഞാൻ എന്റെ അത്രയും ഈ സ്റ്റേജിൽ കയറി എന്ന് പ്രസംഗിച്ച ഒരു വിദ്യാർത്ഥിയും ഈ ക്യാമ്പസിന്റെ ചരിത്രത്തിൽ ഉണ്ടാവില്ല. അച്ഛനോട് ചോദിച്ചോ. ഞാൻ ഒന്നാമത്തെ എല്ലാ വർഷവും ഇലക്ഷന് മത്സരിക്കും. പിന്നെ കോളേജ് യൂണിയൻ ഭാരവാഹി വരുമ്പോൾ കോളേജ് യൂണിയന്റെ എല്ലാ പരിപാടികളിലും സംസാരിക്കും. ഇവിടെ നിന്നാണ് ശരിക്കും സംസാരിക്കാൻ പഠിച്ചത്. ഇവിടെ നിന്നാണ് സംസാരം തുടങ്ങിയത്. ഇപ്പൊ എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. അന്നത്തെ മീറ്റ് ദ കാൻഡിഡേറ്റ് എന്ന് പറഞ്ഞാൽ മുഴുവൻ അധ്യാപകരും ഇവിടേക്ക് വരും. മുഴുവൻ അധ്യാപകരും വരും. എല്ലാവരും കേൾക്കാൻ വേണ്ടി വരും. വളരെ രസകരമായ വാദപ്രതിവാദങ്ങളാണ് മീറ്റ് ദ കാൻഡിഡേറ്റിന്റെ ഇടയിൽ നടക്കുന്നത്. അതെല്ലാം ഈ ക്യാമ്പസിന്റെ സവിശേഷതകളായിരുന്നു. ഇവിടെ ഇരുന്നാൽ നേരത്തെ ഒരു നീലാകാശമായിരുന്നു മുകളിൽ. ഇപ്പൊ അത് മാറ്റി. ആ നീലാകാശമൊക്കെ ഹൃദയത്തിൽ പതിപ്പിച്ചിട്ടാണ് വിദ്യാർത്ഥികളായ ഞങ്ങളെല്ലാം ഇവിടെ നിന്ന് പടിയിറങ്ങിയത്. ഇവിടുത്തെ അധ്യാപകർ, ഇവിടുത്തെ നോൺ ടീച്ചിങ് സ്റ്റാഫ്, അവരെല്ലാവരും സ്നേഹത്തോടെ വാത്സല്യത്തോടെ ഞങ്ങളെ ചേർത്ത് നിർത്തിയവരാണ്. അധ്യാപകരെല്ലാം ക്ലാസ്സിൽ കയറാതിരിക്കുമ്പോഴൊക്കെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരുമായിരുന്നു. ലൈബ്രറിയനോട് ഇരിക്കുന്നുണ്ട് അന്നത്തെ. ഞങ്ങളെല്ലാം ലൈബ്രറിയിലും ഒക്കെ കയറി നിരന്തരമായി കയറി ഇറങ്ങുന്ന ആളുകളായിരുന്നു. ഒരുപാട് ഓർമ്മകളാണ് മനസ്സിലേക്ക് ഓടിയെത്തുന്നത്. ഈ ക്യാമ്പസ് ജീവിതത്തിൽ ഒരു കാലത്തും നമ്മുടെ ഹൃദയത്തിൽ നിന്നും മായ്ച്ചു കളയാൻ പറ്റാത്ത, അതിനേക്കാൾ ഉപരിയായി ഉണ്ടാക്കിയ സൗഹൃദങ്ങൾ, ഇന്നും നിലനിൽക്കുന്ന സൗഹൃദങ്ങൾ. എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ ആരാണ് എന്ന് എന്നോട് ചോദിച്ചാൽ അതിൽ 90% പേരും തേവര കോളേജിൽ എന്നോടൊപ്പം പഠിച്ചവരാണ്. ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എല്ലാവരും. അതുകൊണ്ട് അധ്യാപകർക്ക് അടക്കം അറിയാം എല്ലാവരും. അവരെല്ലാവരും ഇവർക്ക് നന്നായിട്ട് അറിയാം. അവരെല്ലാവരും ഇപ്പോഴും കൂടെ ഉണ്ടാകും. ഞങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഫോണിൽ വിളിക്കും. ഇടയ്ക്ക് യാത്ര പോകും, ഇടയ്ക്ക് ഒരുമിച്ചിരിക്കും കുടുംബാംഗങ്ങളുമായി. ആരുടെ കുടുംബത്തിലും എന്ത് നടന്നാലും ഞങ്ങളെല്ലാം ഒരുമിച്ച് ചേരുന്ന അസാമാന്യമായ ഒരു സൗഹൃദമാണ് എനിക്ക് ഈ ക്യാമ്പസിൽ നിന്ന് കിട്ടിയ ഏറ്റവും വലിയ സമ്പാദ്യം എന്ന് ഞാൻ അഭിമാനത്തോടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ആ സൗഹൃദം എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഒരുപാട് സൗഹൃദങ്ങൾ ഉണ്ടാക്കണം എന്നാണ്. ഞാൻ ഇനിയും സംസാരിച്ച് നീണ്ടുപോയാൽ ഈ യഥാർത്ഥ പരിപാടിയുടെ സംഘാടകർ വിഷമിക്കും. കാരണം പരിപാടി 30 വിമൻ സബ്മിറ്റാണ്, അതിന്റെ ഫസ്റ്റ് എഡിഷനാണ്.
നമുക്കറിയാം